ഞാൻ വിളിച്ച സാറിന് ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടൊന്നുമില്ല. നീ ഇടയ്ക്ക് വിളിച്ചപ്പോ ഞാൻ ചൂടായത് വേറെ ഒന്നും കൊണ്ടല്ലോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞായിരുന്നല്ലോ. അറിഞ്ഞായിരുന്നു സാറേ. കല്യാണ ചെറുക്കന്റെ അച്ഛനെ അവൻ തട്ടിക്കളഞ്ഞല്ലേ? അതെ. അവനെ ബന്ധപ്പെടാൻ നമ്പറൊന്നുമില്ല സാറേ. അല്ലെങ്കിൽ അവനെ വിളിച്ചിട്ട് അവൻ എവിടെയുണ്ടെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നെ. അവനെ പോലീസ് കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ തന്നെ കണ്ടെത്തും. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ അവനെ കണ്ടതാ. പക്ഷെ തലനാരിഴയ്ക്ക് അവൻ രക്ഷപ്പെട്ടത്. അവൻ പുറത്ത് നിൽക്കുമ്പോൾ സൂക്ഷിക്കണം സാറേ. അവന് നല്ലൊരു ഗ്യാങ് ഉണ്ട് ചെന്നൈയില്. അവരൊക്കെ ചിലപ്പോ ഈ നാട്ടിലെ തമ്പടിച്ചിട്ടുണ്ടോന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ആരും പേടിയില്ല. അവന്റെ ചങ്കായി വരുത്തിപ്പോ ജയിലിലാണല്ലോ. അതൊരു കണക്കിന് നന്നായി. സ്റ്റെഫി എന്ന് പറയുന്നവള് അവന് വേണ്ടി മരിക്കാൻ നടക്കുന്നവള്. അവള് പുറത്തുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സാറും കുടുംബവും പേടിക്കണമായിരുന്നു. അല്ല സാറേ, ആ കല്യാണം ഏതാണ്ട് ഡ്രോപ്പ് ആയല്ലേ? ആ പയ്യന്റെ അച്ഛനല്ലേ മരിച്ചത്. അതുകൊണ്ട് അവർക്കിനി ആ കല്യാണത്തോട് താല്പര്യമില്ലെന്നാ പറഞ്ഞത്. പിന്നെ നമ്മള് സ്വാർത്ഥത കാണിക്കാൻ പാടില്ലല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ വിളിപ്പിച്ച കാര്യം പറ. സാറേ, ഇത് 2 ജോഡി ഡ്രസ്സാ എന്റെ കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചത്. ഇത് വാങ്ങി വെച്ചിട്ടാ സാറിന് ഞാൻ വിളിച്ചത്. ഇത് സാറിന്റെ കൈ തരാൻ വേണ്ടിയിട്ട്. എടാ, ഇതൊന്നും ശരിയായ ഏർപ്പാടല്ല. സാറേ, സാറ് വാങ്ങിയതാണെന്ന് പറഞ്ഞ് ഇത് കൊണ്ടുപോയി കൊടുത്താൽ സരി ഒരിക്കലും വലിച്ചെറിയില്ല. അത് മാത്രമല്ല, ഇതൊക്കെ സന്തോഷത്തോടെ കുഞ്ഞിനെ അണിയിക്കുകയും ചെയ്യും. ഞാനിനി വളരെ കുറച്ചു ദിവസം മാത്രമേ പുറത്തുള്ളൂ. അതിനിടയിൽ എന്റെ കൺമണി മോള് ഈ കുഞ്ഞുടുപ്പ് കെട്ടി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചതാ. അത് മതി സാറേ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സന്തോഷത്തോടെ ജയിലിലേക്ക് തിരിച്ചു പോവാം. എടാ, നീ എന്തിനാണ് ഇത്രയും റിസ്ക് എടുക്കുന്നത്? സരയുന് നിന്റെ പേര് കേൾക്കുന്ന പോലും ഉറപ്പാ. അതെനിക്കറിയാലോ സാറേ. അവൾ എന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. എങ്കിലും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ മോളോടുള്ള സ്നേഹം കൂടിക്കൂടി വരിക. പലപ്പോഴും മോളുടെ മുഖം മറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം മോളെ ഓർത്താൽ ഒരിക്കൽ പോലും മോളുടെ അരികിലേക്ക് എനിക്ക് ചെല്ലാൻ പറ്റില്ല. മോള് കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ അവളുടെ അച്ഛൻ ആരായിരുന്നെന്നും അയാൾ എത്ര ദുഷ്ടനായിരുന്നെന്നും സരയു മോളോട് പറയാതിരിക്കില്ല. അങ്ങനെ അച്ഛനെ വെറുക്കുന്ന മോളുടെ അരികിലേക്ക് ഞാൻ ചെന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. പിന്നെ ഈ പ്രായത്തിലെ എനിക്ക് എന്റെ മോളെ സരയു അറിയാതെ അടുത്തൊന്ന് കാണാൻ പറ്റൂ. എന്റെ മോൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തന്നു വിടാൻ പറ്റൂ. എടാ, നിന്റെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. പിന്നെ കള്ളം പറഞ്ഞിട്ട് ഇതൊക്കെ കൊണ്ടേ കൊടുക്കുന്നത് അത്ര നല്ല കാര്യമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഒരിക്കലും ഞാനാണിത് വാങ്ങിയെന്ന് സരയു അറിയില്ലല്ലോ സാറേ. പിന്നെന്താ കുഴപ്പം? സാർ ഇത് പിടിക്കുക സാറേ. വലിയ വിലയുള്ളതൊന്നും അല്ല സാറേ. എന്നാലും മോളെ മനസ്സിൽ കണ്ട് വാങ്ങിയത് തീരെ മോശമാനുള്ള സാധ്യതയില്ല. ഇപ്പോഴത്തെ നീയുമായിട്ട് സരയുവിന് വേണമെങ്കിൽ ഒന്നിക്കാം. കുഞ്ഞുമായിട്ട് സരയുവിന് നിനക്കിപ്പോ സന്തോഷമായിട്ട് ജീവിക്കാം. അതേപ്പറ്റി ഞാനും കല്യാണിയും എപ്പോഴും സംസാരിക്കാറുണ്ട്. പക്ഷേ അവളുടെ ഉള്ളിൽ ഇപ്പോ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അവളുടെ കൈകൊണ്ട് നിന്നെ അവൾക്ക് കൊല്ലാൻ പറ്റണം. അതിനുള്ള അർഹത അവൾക്കുണ്ട് സാറേ. അവൾക്ക് മാത്രമല്ല, ഞാൻ വഞ്ചിച്ച ഒരുപാട് പെൺകുട്ടികൾക്ക് അതേ ആഗ്രഹമുണ്ട്. പക്ഷേ സാറിന്റെ വൈഫിന്റെ ആങ്ങളെ വിക്രത്തെ പോലെയോ ഗംഗാപ്രസാദിനെ പോലെയല്ല ഞാൻ. സരയുവിന്റെ അച്ഛനെ പോലെയോ അല്ല. ജീവിതാനുഭവങ്ങൾ കൊണ്ട് എന്റെ സ്വഭാവം പാടെ മാറി. ഇനി എന്റെ മനസ്സിൽ ഒരു രൂപം മാത്രമേ ഉള്ളൂ. എന്റെ മോളുടെ രൂപം. സാറേ, അത് കൊടുക്കണേ സാറേ. മോള് ആ ഡ്രസ് ഇട്ട് നിൽക്കുന്ന ഫോട്ടോ എനിക്ക് അയക്കണേ. പെട്ടെന്ന് വേണമെന്നില്ല, ഞാൻ പോകുന്നതിന് മുമ്പ് മതി. വന്നിരിക്കുന്നു നോക്കിയേ. കുഞ്ഞിന്റെ മാമനാണോ അത്? കുഞ്ഞിന്റെ മാമനാണോ ഇത്? മോളെ, ഇത് മോക്ക് വാങ്ങി കുഞ്ഞുടുപ്പാ. അയ്യോ, നിനക്കിപ്പോ പ്രശ്നത്തോട് പ്രശ്നമാണല്ലോ കിരണേ. അതിനിടയില് നീ കുഞ്ഞുടുപ്പ് വാങ്ങാനൊക്കെ പോയോ? കല്ലുമോന് കുറച്ച് ഡ്രസ്സ് വാങ്ങണമായിരുന്നു. ആ സമയത്ത് കൺമണി മോൾക്കും കുറച്ച് ഡ്രസ്സ് വാങ്ങി. ഇനിയിപ്പോ രണ്ടാളും രണ്ടല്ലല്ലോ, ഒന്നല്ലേ? അവിടെ എന്തായി മോനെ കാര്യങ്ങള്? എന്താവനാ, കല്യാണം മുടങ്ങി. എന്നാൽ ഇതുപോലെ കുറെ എണ്ണങ്ങൾ ഉണ്ട് നമുക്കിടയിൽ. അവന്മാരുമായിട്ട് നമുക്ക് എന്തെങ്കിലും പരിചയം ഉണ്ടെങ്കിലുണ്ടല്ലോ, അവന്മാര് നമ്മുടെ സമ്പത്തും ജീവനും ഒക്കെ അപഹരിക്കും. ഈ ഗംഗാപ്രസാദിനെ പോലെയാണല്ലോ വേറൊരുത്ത് മനോഹർ. എന്നാലും അവൻ ഗംഗാപ്രസാദിനെ പോലെ അപകടകാരിയല്ലായിരുന്നു. ആര് പറഞ്ഞ അപകടകാരിയല്ലെന്ന്? ഗംഗാപ്രസാദ് ഒരു കൊലയാളിയാ. മറ്റവൻ പക്ഷേ വേറൊരു രീതിയിലെ കൊലപാതകം നടത്തുന്നത്. പെൺകുട്ടികളെ സ്നേഹിച്ച് വശത്താക്കിയിട്ട് കൊല്ലാക്കൊല ചെയ്യുമല്ലേ അവൻ ചെയ്തോണ്ടിരുന്നേ. അവനെങ്ങാനും ഈ ഡ്രസ്സ് തന്നെന്ന് ഇവിടെ അറിഞ്ഞ ഇവൾ ഇപ്പൊ തന്നെ എന്റെ മുഖത്തടിക്കും. അല്ല, ഇപ്പൊ നിനക്കും കല്യാണിക്കൊക്കെ അവനോട് ചെറിയ സിമ്പതി ഉണ്ടെന്ന് എനിക്ക് അറിയാം. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല കിരണേ. എനിക്ക് അവനോട് ഒരു സിമ്പതിയില്ല. പിന്നെ ഇവനെ ഗംഗാപ്രസാദിനെ പോലെ അയക്കേണ്ട കാര്യമില്ലെന്നാ ഞാൻ പറഞ്ഞത്. അത് നീ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. ഗംഗാപ്രസാദ് 7 പേരെ കൊന്നു കാണും. അവൻ കൊന്നതേ ഞാൻ ഉൾപ്പെടെ 10-62 പെൺകുട്ടികളെ. അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് മരിച്ച പോലെ. നിനക്കും കുഞ്ഞിനൊന്നും ഇപ്പൊ ഒരു കുഴപ്പമില്ല സറിയോ. പിന്നെ എന്തിനാ അതേപ്പറ്റിയൊക്കെ പറയുന്നത്? അല്ല, നീ ഗംഗാപ്രസാദിനെ പോലെ അവനൊരു ഭീകരനല്ലെന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോഴേ ഇനി ഉടുപ്പൊക്കെ മോക്ക് പാകാവൊന്ന് നോക്ക്. ഞാനേ അച്ഛനും അമ്മയും കണ്ടിട്ട് വരാം. നീ വാങ്ങിയതല്ലേ, പാകാവാതിരിക്കില്ല. എന്തായാലും നോക്ക്. നോക്കി. ആഹാ, കൊള്ളാല. നോക്കി നന്നായിട്ടുണ്ടാവേ. അവൻ അവന്റെ മോനേക്കാളും നല്ല ഡ്രസ്സേ മോക്ക് വാങ്ങി കൊടുക്കാറുള്ളൂ. ഇതൊക്കെ ഇട്ട് നമുക്ക് സുന്ദരിയാവേണ്ടേടാ. 2 ജോഡിയുണ്ട്. ഇനി വിഷുവിന് വാങ്ങിക്കണ്ട. അത് അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. വിഷുവിനും വാങ്ങും. ഇനിയിപ്പോ മോൾക്ക് ഞാനായിട്ട് ഡ്രസ്സ് ഒന്നും വാങ്ങിച്ചു കൊടുക്കണ്ട. അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു ഡ്രാമ കളിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട് നല്ലതാ. അത് അവന്റെ കണ്ണ് കെട്ടാൻ സഹായിക്കും. കയ്യിൽ ആയുധമായിട്ട് നടക്കുന്നവനാ നീ. ഏതു നേരവും അവന്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുത് മോനെ. കയ്യില് തോക്കൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിറമൊഴിച്ചാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കൈ കിട്ടിയിട്ടും അവൻ വഴുതി പോകുന്നതാണ് സഹിക്കാൻ പറ്റാത്തത്. അങ്ങനെ നമ്മൾ ഭയന്നിരുന്നിട്ട് കാര്യമില്ലമ്മേ. അവൻ മരിച്ചൊന്നും അറിയാതെ ഇനി ആർക്കും സമാധാനം കിട്ടില്ല. ഒരിക്കലും നന്നാവാത്ത ചിലരുണ്ട്. അതിൽ പെടും ഈ ഗംഗാപ്രസാദും വിക്രവും ഒക്കെ. എന്നാ ഇവരെ പോലെ തന്നെ സകല പെൺകുട്ടികളെയും വഞ്ചിച്ച് നടന്നിരുന്നവനാ ആ മനോഹർ. സരയുവിനെ ഉൾപ്പെടെ എത്ര പെൺകുട്ടികളെ അവൻ സ്നേഹിച്ച് വേദനിപ്പിച്ചിട്ടുള്ളത്. കുറച്ചു മുമ്പ് അവനെ ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് 2 ജോഡി ഡ്രസ്സാ അവൻ വാങ്ങിച്ചിട്ട് വന്നത്. അതെങ്ങനെയെങ്കിലും കുഞ്ഞിന് കൊടുക്കണമെന്ന് പറഞ്ഞാ അവനത് തന്നത്. അവൻ വാങ്ങിയതാണെന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കാനും പറ്റില്ല. പിന്നെ ഞാൻ വാങ്ങിയതാണെന്ന് പറഞ്ഞ് സരയുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവനെ
മൊത്തത്തിൽ മാറി. അവനിപ്പോ സ്വന്തം കുഞ്ഞിനോട് ഭയങ്കര സ്നേഹ. അത് മനസ്സിലാക്കിയിട്ടാണല്ലോ അന്ന് അവൻ ഐസിയു കിടന്നപ്പോ കല്യാണി കൺമണി മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത്. എന്നിട്ടും പക്ഷെ കാണാൻ പറ്റിയില്ല. ആ സമയത്താണല്ലോ സരയു അവനെ കൊല്ലാനായിട്ട് അവിടെ വന്നത്. അമ്മേ, അവന് കുഞ്ഞിനോട് എത്രമാത്രം ആത്മാർത്ഥത ഉണ്ടെന്ന് ഞാനും കല്യാണിയും ഒക്കെ തിരിച്ചറിഞ്ഞതാ. അതവന്റെ അഭിനയമല്ല. പക്ഷേ സറിയു ചെറുതായിട്ടൊന്ന് മാറിയിരുന്നെങ്കിൽ അവരെ തമ്മിൽ ഒന്നിപ്പിക്കായിരുന്നു. അതിനി പെട്ടെന്നൊന്നും നടക്കില്ല മോനെ. അവൾ അത്രത്തോളം അവന് വെറുത്തു കഴിഞ്ഞു. പിന്നെ നിങ്ങളായിട്ട് അവരെ ഒന്നിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാ നല്ലത്. പിന്നെ സരയു അറിയാതെ എപ്പോഴെങ്കിലും അവനെ കൊണ്ടുപോയി കുഞ്ഞിനെ കാണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അവൻ ചെയ്ത തെറ്റ് ലോകത്തൊരു പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റില്ല രൂപേ. അതുകൊണ്ട് അതിന്റെ പേരിൽ റിസ്ക് എടുക്കണ്ടെന്ന് ഞാൻ പറയുന്നേ. ചന്ദ്രേട്ട, അവനെ പോലെ തെറ്റ് ചെയ്തവളല്ലേ സരയു. ഒരു സമയത്ത് അവളൊരു പക്ക ക്രിമിനൽ ആയിരുന്നില്ലേ? അതാണ് ഞാനും പറയുന്നത്. മാറ്റത്തെ നമ്മൾ അംഗീകരിക്കണം. ശരിയായ മാറ്റമാണെങ്കിൽ. എന്താ മോളെ എന്തു പറ്റി? എന്റെ അടുത്ത് നിങ്ങള് എന്തു പറ്റി മോളെ? മോള് നല്ലപോലെ ആയിരുന്നല്ലോ അങ്ങോട്ട് പോയത്. ആ ഇപ്പൊ മൂഡ് മാറി. അതിനെന്താ നിന്റെ അടുത്തെന്നാ നിങ്ങളോട് പറഞ്ഞത്? എന്തിനാ ഇവിടെ ചൂടാവുന്നു? അറിയില്ല മോനെ, മോളിലേക്ക് പോയിട്ട് തിരികെ വന്നപ്പോ മോള് ആകെ മാറി. എന്ത് പറ്റി സറിയു? ഒന്നും പറ്റിയില്ല കിരണേ. നീ ഒന്ന് പുറത്തേക്ക് വന്നേ. എന്തിനാ? ഒന്ന് വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ഇവിടെ വെച്ച് പറഞ്ഞൂടെ? ഞാനിവിടെ നിൽക്കുന്നോണ്ട് പറയാൻ ബുദ്ധിമുട്ട് കാണാം മോനെ. മോൻ ചെല്ലെ. ഞാൻ മോളിലേക്ക് പോകുമ്പോ നിന്റെ ഭാവം ഇതല്ലായിരുന്നല്ലോ. ഇപ്പൊ ഭാവം മാറി. അതിന്റെ കാരണം ഞാൻ പറയാം. നീ വാ. ചെല്ലെ മോനെ. നീ എന്തിനാ പിന്നാമ്പുറത്തേക്ക് വരുന്നത്? പിന്നാമ്പുറത്ത് നിന്നാ നിന്നോട് എനിക്ക് സംസാരിക്കാനുള്ളത്. അതെന്താ മുന്നിൽ നിന്ന് സംസാരിച്ചോടെ? ഒരു മിനിറ്റ് നീ എന്നോടൊപ്പം വാ. സറിയു, നീ എന്താ ഈ നോക്കുന്നേ? ഞാൻ തീപ്പെട്ടി എവിടെ നോക്കാം. തീപ്പെട്ടിയോ? തീപ്പെട്ടി കിട്ടി. എന്താ സറിയു, നിനക്ക് എന്താ പറ്റിയത്? അതൊക്കെ നിനക്ക് ഇപ്പൊ മനസ്സിലാവും. നീ വാ. സറിയു, നീ ഇതിപ്പോ എവിടെ പോവാ? നമുക്ക് പറമ്പ് കുറവാണല്ലോ. നീ എന്തൊക്കെയാണ് പറയുന്നത്? സറിയു, നീ എന്താ കാണിക്കുന്നേ? എന്താ നീ കാണിക്കുന്നേ? ഇടാ, ഞാൻ എന്താ കാണിക്കുന്നേന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഇതാരാ നിനക്ക് വാങ്ങിച്ചെന്നേ? അത് പിന്നെ അത് ഞാനാ വാങ്ങിയത്. ആണോന്ന് നീ നിന്റെ അച്ഛനോട് അമ്മയോട് സംസാരിക്കുന്ന ഞാൻ കേട്ടതാ. എല്ലാം കേട്ടു. പരോളിറങ്ങിയ വാങ്ങിച്ചെന്ന് ഡ്രസ്സുമായിട്ട് വന്നിരിക്കുക. ഇതിൽ നല്ല നീ എന്നെ കത്തിച്ചു കളയല്ലായിരുന്നോ? സറിയു, മിണ്ടരുത്. മോളെ എന്തായി കാണിക്കുന്ന മോളെ? എന്താ മോനെ പറ്റിയത്? മോളെ എന്താ പറ്റിയെന്ന് ഇവനറിയാം. ഞാൻ എന്തുകൊണ്ടാ ഇത് ചെയ്തെന്നും അറിയാം. എന്താ മോനെ? ആന്റിയുടെ മോളോട് തന്നെ ചോദിക്കേ. ഈ ഡ്രസ്സ് അവൻ വാങ്ങിച്ചല്ല, ആ കാട്ടുകളെ വാങ്ങിച്ചു കൊടുത്തതാ. ആ ഫ്രോഡ് മനോഹർ അവൻ പരോളിൽ ഇറങ്ങിയ ശേഷം പല വിദ്യയും കാണിച്ചു. എന്റെ മോളെ ഇടയ്ക്ക് എടുത്തോണ്ട് പോയി. നമ്മൾ പർച്ചേസിന് പോയപ്പോ അവിടെ വന്നു. ആ സമയത്തെല്ലാം തന്നെ അവനോടുള്ള എന്റെ ദേഷ്യവും എന്റെ അമർഷവും ഒക്കെ ഞാൻ പ്രകടിപ്പിച്ചിട്ടുള്ളതാ. എന്നിട്ടും ഇവനത് ചെയ്യാൻ പാടുണ്ടായിരുന്നോ? അവനാണ് ഈ ഡ്രസ്സ് വാങ്ങി നടന്നിരുന്നെങ്കിലും ഞാൻ കൈകൊണ്ട് പോലും തൊടില്ലായിരുന്നു. അത് അഗ്നി എടുത്ത് കഴിഞ്ഞല്ലോ. ഇതുപോലെ അവനെ കത്തിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരിക്കെ. ആ സമയത്താ അവൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സുകളായിട്ട് വന്നിരിക്കുന്നത്. ഭാഗ്യത്തിനാ അവന്റെ അച്ഛനോടും അമ്മയോടും അവൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ട് എന്റെ മോള് നടന്നേനെ. കിരണിനല്ല മോളെ, കല്യാണിക്കാണ് അവനോട് കൂടുതൽ സിമ്പതി നാം എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് സത്യം. അവരെന്റെ മോളെ കൊണ്ട് ഹോസ്പിറ്റൽ ഐസിയുവിൽ കിടന്ന് മനോഹരനെ കാണിക്കാനായിട്ട് പോയിരിക്കുന്നു. അയ്യോ, അതാര് പറഞ്ഞു? അങ്കിളിനോടും ആന്റിയോടും അവൻ സംസാരിക്കുന്ന ഞാൻ കേട്ടതാ. എന്റെ ഗതികേട് കൊണ്ട് മാത്രം ഇവിടെ ഞാൻ കുഞ്ഞിനെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് വലിയ തെറ്റായി പോയെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. മനോഹർ ഏതാണെന്നോ എന്താണെന്നോ ഒക്കെ കിരണിന് അറിയാം. പിന്നെ എന്തിനാ അവനോട് ഇത്ര അലിവ് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് മോളെ. അതാണ് അവന്റെ നാവ്. എന്നാ അവരുടെ ചെയ്തികൾ മുഴുവൻ ഇവരുടെയൊക്കെ മനസ്സിലുണ്ട്. എന്നിട്ടും ആ നാവിനെ വിശ്വസിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്ത. മോളെ, ഇവിടെയുള്ളവരുടെ കൃപ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് മോളൊന്ന് അടങ്ങ്. ഒരിക്കലും അടങ്ങില്ല. ഇവിടെ ഇനി ഞാനും എന്റെ മോളും നിങ്ങളും താമസിക്കണ്ടെന്ന് പറഞ്ഞാ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുത്തോണം. അവന്റെ കമ്പനിയിലെ പണി എനിക്ക് വേണ്ട. ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ പോയി സെയിൽസ് ഗേളായിട്ട് നിൽക്കാം. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ പോയി പാത്രം കഴിവ്. എന്നാലും മനോഹരനെ പോലെടുത്തനെ സ്നേഹിക്കുന്നവരുടെ കൂട്ട് നമുക്ക് വേണ്ട. അവൻ പറഞ്ഞത് കേട്ടോ, ഗംഗാപ്രസാദിനേക്കാളും മെച്ചമാണ് മനോഹർന്ന്. ആ പറച്ചിൽ തന്നെ ഉണ്ട് അവനോടുള്ള സിമ്പതി. മോൾ എന്താന്ന് വെച്ച് പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ആരും അല്ലല്ലോ.